കടുവകളെ കൂട്ടിലടച്ച് ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ മത്സരത്തിൽ അഫ്ഗാനെതിരെയും ഇന്ന് ബംഗ്ലാദേശിനെതിരെയുമാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. 196 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. ബംഗ്ലാദേശ് നാണം കെട്ടു. ഇന്നത്തെ തോൽവിയോടെ ബംഗ്ലാദേശ് പുറത്തായിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം ഷക്കീബ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷക്കീബ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കെതിരെ കളി ജയിക്കാൻ ഈസിയല്ല. രോഹിത് ശർമ്മയും കോഹ്ലിയും മികച്ച കളിക്കാരാണ്. അവർക്കെതിരെ ജയിക്കണമെങ്കിൽ മികച്ചൊരു പ്ലാനിങ് ആവശ്യമായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയത്. പക്ഷേ ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിലാണ്. ഇന്ത്യൻ ടീമിനെ കുറച്ച് റൺസിൽ ഒതുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇന്ത്യൻ ടീമിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. സഞ്ജു അടക്കമുള്ള താരങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല. അവരും കൂടി വന്നാൽ പിന്നെ ഒരിക്കലും ഇന്ത്യൻ ടീമിനെ തടയാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഇന്ത്യ കപ്പ് നേടുമെന്ന് തന്നെയാണ്. അവർ ഇതുവരെ ഒരു മാച്ചിൽ പോലും തോൽക്കാതെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഇനി ഞങ്ങൾക്ക് സെമിയിലെത്താൻ സാധിക്കില്ല. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഷക്കീബ് വ്യക്തമാക്കി. സഞ്ജുവിന് ഒരു അവസരം പോലും ഇന്ത്യൻ ടീം കൊടുത്തിട്ടില്ല. സൂപ്പർ 8 അവസാനിക്കാറായി. ഇന്ത്യ സെമി ഫൈനലും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു പക്ഷേ ഇന്ത്യ സെമിയിൽ തോറ്റാൽ സഞ്ജുവിനെ വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിക്കില്ല. വെറും സൈഡ് ബെഞ്ചിലിരുത്താനാണോ സഞ്ജുവിനെ എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അല്ലെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ശിവൻ ദൂബെ ഇത്രയും ഫ്ലോപ്പായിട്ടും താരത്തിന് പകരം സഞ്ജുവിനെ പരീക്ഷിച്ചേനെ. എന്തായാലും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്നത്തെ മാച്ചിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യയ്ക്ക് തന്നെയാണ്. 50 റൺസും 1 വിക്കറ്റുമാണ് പാണ്ഡ്യ ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നത്. മാൻ ഓഫ് ദി മാച്ചും പാണ്ഡ്യ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.